ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അത് കുറച്ച് പണിത്തിരക്കൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു താമസിച്ചത്. അപ്പോൾ നമ്മൾ വിജയ് സൂപ്പറിൻ്റെ തന്നെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഹെഡ്ലൈറ്റ് വെച്ചതും അതുപോലെ തന്നെ ഒരു ഫ്ലൈ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ലംബോർഗിനിക്കൊക്കെ വരുന്ന പോലെ തന്നെ ഡോറിനെ ഇങ്ങനെ ഫ്ലൈ പോലെ പൊക്കി തുറക്കുന്ന ടൈപ്പ് ഒരു ഡോർ സെറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ പോയി, ഈ സൈഡിൽ മാത്രമേ അതൊന്ന് മടക്കിയ ഓക്കെ. അപ്പം നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മുടെ ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്തെടുക്കണം. ടെയിൽ ലാമ്പായിട്ട് നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുസുക്കി മാക്സ് 100ൻ്റെ ടെയിൽ ലാമ്പാണ്. പിന്നെ ഷക്കളും ഇല്ല, ഞാൻ തന്നെയാണ് ക്യാമറാമാനും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ടെയിൽ ലാമ്പായിട്ടാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒറിജിനൽ ഇപ്പോഴുള്ള ഷേപ്പ്. നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഞാനിപ്പോൾ ഏകദേശം തീർത്ത് വെച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു യൂണിറ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു എന്നുവെച്ചാൽ ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാനിതിനൊരു ഫ്ലൈയിങ് ഡോർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡോർ നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റാം. പിന്നെ അതുപോലെ നമുക്ക് ഫ്ലൈ ഡോർ പോലെ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഊരി മാറ്റണമെങ്കിൽ നമുക്കിങ്ങനെ ഊരി മാറ്റുകയും ചെയ്യാം. ഇവിടെ നമ്മളൊരു ബുഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബുഷിൽ കിടന്നിട്ടാണ് ഇതിങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് ടെയിൽ ലാമ്പ് പോലെ തന്നെ അങ്ങ് തുടങ്ങാം. വെക്കുമ്പോഴത്തേക്കും ഈ ബുഷ് ടെയിൽ ലാമ്പ് നമുക്കിതിപ്പം അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ ബാക്കിൽ ഹോൾഡർ ഇങ്ങനെ കൊണ്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ലോപ്പാണ് വന്നേക്കണം. അപ്പോൾ അതിന് പാരലായിട്ട് തന്നെ നമ്മൾ ഈ ടെയിൽ ലാമ്പിനെ സെറ്റ് ചെയ്യാൻ പോവാം. പക്ഷേ ഇതിൻ്റെ പൊക്കത്തായിട്ടൊരു കവറൊക്കെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ലോപ്പിൻ്റെ ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡ് രണ്ട് സൈഡും ചെയ്തേക്കാം ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്യാൻ പോകാം. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രണ്ടെണ്ണത്തിൻ്റെ അളവ് നമ്മൾ ബോഡിയിൽ മാർക്ക് ചെയ്തു. അതിൽ നമ്മൾ ഇനിയിപ്പോൾ ഡ്രില്ല് ചെയ്യാൻ പോവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോൾഡർ വരുന്ന ഭാഗം. അതായത് നമ്മുടെ ബൾബിൻ്റെ ഹോൾഡർ വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് ബോഡിയിൽ ടച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയ ബിറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ശരിക്കും സായിപ്പുമാരുടെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഹോൾസോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് ആണിത് കട്ട് ചെയ്യാറ്. നമ്മളിപ്പം സായിപ്പുമാരല്ലാത്തതുകൊണ്ടും ഹോൾസോ ഇല്ലാത്തതുകൊണ്ടും നമ്മളിപ്പം ഇതാണ് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പം 4 സൈഡിൽ നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ഇതിപ്പം ഒരു ചതുരത്തിലെ ഹോളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ ബൾബിൻ്റെ ഹോൾഡർ കയറിയിരുന്നോളും. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനിയിപ്പം എന്ന് പറയുന്നത് നമ്മുടെ 2 ബോൾട്ടിൽ പിടിപ്പിക്കാൻ നോക്കും. ആ ബോൾട്ടിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ 2 പഞ്ച് ചെയ്തു. അതിൽ നമ്മൾ ഡ്രസ് വർക്കിനൊക്കെ എടുക്കുന്ന ഈ സെൽഫ് സ്ക്രൂ ആണ് ആദ്യം ഹോൾ ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് വിറ്റിട്ട് തുളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുളയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഷീറ്റിലൊക്കെ തുളഞ്ഞ് കയറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഹോൾ അതുകൊണ്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ
ഒന്ന് ജസ്റ്റ് ഒന്ന് 6 mm ആയി വലുതാക്കി വേറെ വിറ്റിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് പിടിപ്പിച്ച് നോക്കാം. ആഹാ, അടിപൊളി. ഓക്കെ, അപ്പോൾ 2 ബോൾട്ട് ഇട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കവർ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ പാരലായിട്ട് വരുന്ന ഒരു കവർ, അല്ലെങ്കിൽ മാക്സറിൻ്റെ ഹെഡ് ആണെന്ന് ടെയിൽ ലൈറ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിലേ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ 2 ബാക്കിൽ നമ്മുടെ ചേസുമായിട്ട് കണക്ട് ചെയ്യണ ഒരു പട്ടയുണ്ട്. എന്നുവെച്ചാൽ ഈ ബാക്കിലെ മഡ് ഗാർഡ് പോലത്തെ സാധനം കിടന്ന് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെയല്ല, നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പിലെ ഡോറ് വെച്ചപ്പോഴത്തേക്കും ബാക്കിലൊരു പിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ബലം വരുത്താനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പട്ട കഷ്ണം വെച്ച് വെൽഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 6 mm 2 ഹോള് തുളച്ചു. അതിലേക്ക് നമ്മൾ 6 mm നട്ടും ബോൾട്ടും ഇട്ട് ആ പട്ടേനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തി. എന്നിട്ടത് ചേസുമായിട്ട് നമ്മൾ വെച്ച് വെൽഡ് ചെയ്യാൻ പോവാം. കണ്ട, ചേസിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ഒരു പൈപ്പ് കഷ്ണം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം വീഡിയോയിൽ കാണും പോലെ തന്നെ ഈ പീസിനെ ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് വെക്കാൻ പോവാം. അത് കൊടുക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കട്ടർ ചാടുമ്പോഴൊക്കെ 2 സൈഡും ബോഡിയുടെ കവറൊക്കെ വരുന്നതുകൊണ്ട് ഇളക്കം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ഡോറ് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നിൽ ഡോർ ഇട്ടതിന് ശേഷം ആ ഗ്യാപ്പിനെ നമ്മളൊന്ന് അടിച്ച് ലെവൽ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് റബ്ബറിൻ്റെ ബീഡിങ് ഒക്കെ വരും. അപ്പോൾ ഈ ഗ്യാപ്പ് കുറച്ചുണ്ടെങ്കിലും അത് ആ ബീഡിങ് വരുമ്പോഴത്തേക്കും കവറായി പൊക്കോളും. പിന്നെ നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയതിൻ്റേതായ കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ പോരായ്മ ഉണ്ടാവും. കാരണം മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്താവില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഡോറ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബാക്കിലെ ഫ്ലൈങ് ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഹോളിനെ ഒന്ന് വലുതാക്കി എടുക്കാം. ഇത് 6 mm ഡ്രിൽ ബിറ്റാണ്. അപ്പോൾ അതിട്ട് നമ്മളൊന്നിങ്ങനെ ഇത് ലൂസായി പോണെന്നേ, ഇതിൻ്റെ ചാവിയില്ല, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റാണ്. ഓക്കെ, ഒരെണ്ണം അതിവിജയകരമായി നമ്മൾ തുളച്ചു. ഇനി രണ്ടാമത്തും കൂടെ തുളക്കണം. ഓക്കെ, 2 തുളച്ച്. പിന്നെ ഈ കവർ നമുക്ക് ഈ ഹോളിലേക്ക് ഇങ്ങനെ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് പിടിപ്പിച്ച് വെക്കാം. അതിൽ നമ്മൾ 6 mm ബോൾട്ടാണ് അതിന് വേണ്ടി എടുക്കുന്നത്. 6 mm 6 mm 2 നെട്ടും ബോൾട്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതെല്ലാം ബോൾട്ട് അങ്ങോട്ടാകുന്ന രീതിയിലാണ് ഇടുന്നത്. കാരണം നമ്മൾ ഇതിടാൻ നേരത്ത് ഇങ്ങോട്ട് തള്ളി നിന്ന് കഴിഞ്ഞാൽ ടെയിലാമ്പ് വെക്കുമ്പോൾ അതിൽ വന്ന് മുട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബോൾട്ടിനെ അങ്ങോട്ട് വരത്തക്ക രീതിയിലാണ് ഇട്ടേക്കുന്നത്. തക്കുടില്ലാത്ത കാരണം ഒരു ബോറടി. പക്ഷെ ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് അവനാകുമ്പോൾ എന്തെങ്കിലും കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. ഈ ഒറ്റയ്ക്കിരുന്ന് ആരെ കളിയാക്കാനാണ്? കാരണം ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. ചിലപ്പോൾ നാളെ ഇറങ്ങി വരുമായിരിക്കും. ഇനി എനിക്ക് 3 ദിവസത്തേക്ക് അവധിയുണ്ട്. അപ്പോൾ അത്രയും ദിവസം നമുക്ക് ഈ സ്കൂട്ടറിൻ്റെ പണി തന്നെ ആയിരിക്കും. ഹെഡ്ലൈറ്റും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഇത് നമുക്ക് അടിച്ച് തീർക്കാമായിരുന്നു. ഹെഡ്ലൈറ്റിനിപ്പം 2-3 സ്ഥലത്ത്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേര് നമുക്ക് സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആരെയും കണ്ടു കിട്ടിയിട്ടില്ല. ലോക്ക്ഡൗൺ ആണ് മെയിനായിട്ടും പ്രശ്നമായിപ്പോയത്. അല്ലെങ്കിൽ പിന്നെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചെടുക്കാമായിരുന്നു. കോയമ്പത്തൂരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് ഈ ടെയിൽ ലാമ്പും കൂടെ സെറ്റ് ചെയ്യണം.
ടെയിൽ ലാമ്പ് ഈ 2 സ്ക്രൂ കയറുന്ന രീതിയിൽ 2 ഹോൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇതാണ് കയറാനൊരു ബൈക്ക് ക്ലബ്. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ക്രോസ് വെച്ചൊരു ഷീറ്റ് അടിച്ചപ്പോഴേ ഇത് തട്ടുന്നുണ്ടത്, അത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഒന്നുകൂടെ അഴിക്കണം. ഇവിടെ ഇത്രയും ഭാഗം ടച്ച് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കത് ചെയ്താലോ. ഒന്നുകൂടെ അഴിച്ചിട്ട് കട്ട് ചെയ്യണം. ഇതൊക്കെയാണ് താമസം വരുന്നത്. നമ്മൾ ഓരോ പണിയും ചെയ്ത് വരുമ്പോഴത്തേക്കാണ് പുതിയതായിട്ട് പണി മേടിക്കണം. കണ്ട, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. കട്ടർ എവിടെ? നമ്മൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, ഏകദേശം കയറുന്ന ഷേപ്പായിട്ടുണ്ട്. പഴയ പോലെ തന്നെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഈ ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ പുറയിലേക്കുള്ള ഈ സ്ലോപ്പുമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ സ്ലോപ്പായിട്ട് വരും. ഒരു ഹെഡ് ലൈറ്റിൻ്റെ കവറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വരുന്ന ഭാഗം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് ബോർഡാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഹാർഡ് ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൽ സെറ്റ് ഷേപ്പിലാണ് നമ്മൾ എടുക്കാം. അങ്ങനെ നമ്മൾ ഹെഡ് ലൈറ്റ് പോലെ ഇതിനെ കവർ ചെയ്ത് വെക്കാൻ പോകും. കുറേ നോക്കിയിട്ട് സാധനം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാൻ സക്സസ് ആകുമായില്ലെന്നൊന്നും അറിയില്ല. വെറുതെ സമയം കളയണ്ടല്ലോ, ഓരോ ദിവസം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണ്, ഞാൻ തൊഴുന്ന ഓക്കെ. അപ്പം നമ്മൾ ഫേസ് ബോർഡ് കൊണ്ടിട്ട് ഈ ഒരു ഷേപ്പിൽ ഡൂം പോലെ പണിത് വെച്ച്, ഇനി ഈ ഷേപ്പിൽ ഈ ഫേസ് ബോർഡിൻ്റെ അളവിൽ നമ്മൾ ജി ഷീറ്റ് കട്ട് ചെയ്ത് ഇതേ ഷേപ്പിൽ വളച്ചെടുക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. വെച്ചാൽ ഒരുപാട് പാർട്ടായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബോറടിക്കുക. അതുകൊണ്ട് ഞാൻ കുറേ പാർട്സൊക്കെ ഇതിൽ നിന്ന് ചെയ്യണതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു വീഡിയോ ആക്കി എടുത്തത്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് നീളം കൂടി പോകും വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഹാൻഡിലിൻ്റെ മുകളിൽ വരുന്ന 2 പീസ് വെക്കാനുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് 2 പീസായിട്ടാണ് വരുന്നത് ഡൂം, അതായത് മേളിലൊരു താഴത്ത് തോന്നും. അപ്പോൾ അങ്ങനെ 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഊരി മാറ്റാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒറിജിനൽ വണ്ടിക്ക് വരുന്ന പോലെ തന്നെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ മറ്റേ വണ്ടിക്ക് വരുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം നമ്മളിതിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് വെക്കണം. ഇലക്ട്രിക് സ്കൂട്ടറിലിരുന്ന സ്വിച്ച് തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി ഷീറ്റിൽ ഈ സ്വിച്ച് കയറുന്ന രീതിയിൽ 2 ഹോള് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ സ്വിച്ചിൻ്റെ അളവിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടഡ് ടൂള് ചിസൽ, അത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മുറിച്ച് വെച്ചെടുത്ത് അതിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ വരച്ച മാർക്കിലൂടെ അറുളി വെച്ചിട്ട് ചിസൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ കട്ട് ചെയ്ത് ചിസൽ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ ഷീറ്റ് ചതഞ്ഞാൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരച്ച വരയിൽ കൂടെ കട്ട് ചെയ്താൽ പോലും കറക്റ്റ് ഹോളാവത്തില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ
ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇടാൻ നോക്കിയാലും കയറത്തില്ല, കണ്ട ഇതാണ്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഫയൽ എന്നൊക്കെ പറയും, ആ സംഭവം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബെറൊക്കെ ഒന്ന് ഫയൽ ചെയ്ത് മാറ്റണം. കണ്ട ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒന്ന് ഫയൽ ചെയ്ത് വേണം. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ ഈ സംഭവം സ്മൂത്തായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഹോള് കറക്റ്റായതുകൊണ്ട് നമ്മുടെ സ്വിച്ച് കറക്റ്റായിട്ട് അതിൽ കയറിക്കോളും. ഓക്കെ. അപ്പോൾ ഇത് ഈ സ്വിച്ച് എന്ന് വെച്ചാൽ ഇതിന് 2 സൈഡിലായിട്ട് ഈ പ്രസ് ചെയ്യുമ്പം എന്താ പറയണത്, അതിന് പ്രസ് ലോക്കാന്ന് അങ്ങനെ എന്താ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്കും ലോക്കായി നിന്നോളും. കണ്ട ഓക്കെ. ഇപ്പോൾ ഏകദേശം ലോക്കായിട്ടുണ്ട്. ഇപ്പോൾ ഊരി നോക്കാം. അതിൻ്റെ സൈഡിലുള്ള ലോക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ തന്നെയാണ് ആ ഡിമ്മും ബ്രൈറ്റും വരുന്ന സ്വിച്ച്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ എല്ലാം അതിലാണ് വരുന്നത്. കണ്ടത് ഇതാണ് പ്രസ് ചെയ്യുമ്പോൾ സ്വിച്ച് സൈഡിൽ വരുന്ന സാധനം. ഇനിയിപ്പോൾ ഡിമ്മും ബ്രൈറ്റും വരുന്ന ആ ഒരു സംഭവം കൂടെ നമുക്ക് ഈ ഇടത് കൈയിൽ വരുന്ന സ്വിച്ച് വെക്കാനായിട്ടുണ്ട്. ഓക്കെ. അപ്പം അത് 2 ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു വീതി കണക്കാക്കി അതിനെ ഷീറ്റിനെ ഒന്ന് മുറിച്ചെടുക്കണം. അതായത് നമ്മുടെ ഈ സ്വിച്ചിന് വരുന്ന ആ ഒരു ഹോൾഡറിൻ്റെ വീതി ഒരുപാട് വീതിയായിപ്പോയാലും അത് കാണാൻ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്വിച്ചുമായിട്ട് സാമ്യം, അതായത് ചേർന്നിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. കാരണം നമ്മൾ കൊണ്ട് വയ്ക്കുമ്പം ആ ഡൂമുമായിട്ട് ഒരേ ലെവലിൽ വന്ന് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു. അതിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റെപ്പ് അവിടെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മടക്കിയത്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് സ്പോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്ക് വരുന്നതിന് കവറായിട്ട് വിജയ് സൂപ്പറിനൊരു സംഭവം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ബ്രേക്കിൻ്റെ കൂടെ ഒരു സ്വിച്ചും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ലിവറിന് തൊട്ട് പറ്റിയ കൂടെ വീതി കുറച്ചിട്ട് നമുക്ക് ആ ഗാർഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്വിച്ചിൻ്റെയും കൂടെ വീതി നമുക്ക് ആ ഗാർഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ബ്രേക്ക് ലിവറിൻ്റെ ഗാർഡിന് കുറച്ചും കൂടെ വീതിയിൽ നമ്മൾ ചെയ്തത്. കുറച്ച് വലിപ്പം തോന്നുമെങ്കിലും പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. മുഴുവൻ വെള്ളിയാണല്ലോ. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പം വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല തക്കടുമില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വീഡിയോയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനും പിന്നെ ലെങ്ത് ഒരുപാട്, അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ ഈ പാർട്ടായിട്ട് ഇടുന്നത്. ഇപ്പം ഞാൻ ഏകദേശം ഈ ഒരു ലെവൽ വരെ ഇപ്പോൾ പണിത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടനെയുള്ളൊരു വീഡിയോ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇടാം. ഒരുപാട് ഗ്യാപ്പില്ലാണ്ട് ഇപ്പോൾ ഇട്ട് പോകുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ തന്നെ ഇടാം. എഡിറ്റ് ചെയ്യാനായിട്ടൊരു താമസമുണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഉടനെ അടുത്തൊരു പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.